അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അലീം എന്നത്. വളരെ മഹത്വമുള്ളവൻ എന്ന് ഇതിന് നമുക്ക് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 6 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദീയത്ത് 1020 ആണ്. അലീം എന്ന വാക്ക് ധാരാളം പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഇസ്മായിട്ട് ഉപയോഗിക്കപ്പെട്ട ആ പ്രയോഗങ്ങളാണ് 6 പ്രാവശ്യം വന്നു എന്ന് പറയുന്നത്. മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നു, അലീം എന്ന് പറഞ്ഞാൽ നിരുപാധികം ഏറ്റവും വലിയ മഹത്വമുള്ളവൻ, മഹത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയെ എത്തിച്ചവൻ. ഒരു ബുദ്ധിക്കോ അതല്ലെങ്കിൽ അകക്കണ്ണിനോ പരിപൂർണമായി മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഉന്നതിയിലെത്തിയവൻ. അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ സർവ വസ്തുക്കളും വളരെ ചെറുതായ അവസ്ഥയിൽ ആകുന്നു. എല്ലാ നിലക്കുള്ള പരിപൂർണതയുടെയും ഉന്നതിയുടെയും പരിശുദ്ധതയുടെയും വിശേഷണങ്ങളെ ബന്ധപ്പെടുത്തിയവനും ഒരുമിച്ച് കൂട്ടിയവനും, അധികാരത്തിലും അതുപോലെ തന്നെ ഉടമ അവകാശത്തിലും ഉന്നതിയിലെത്തിയവൻ. ഈ നിലക്കൊക്കെ അലീം എന്ന ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവാണ് ഏറ്റവും അലീമായവൻ, മഹത്വമുള്ളവൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ കണ്ണിൽ അള്ളാഹുവിൻ്റെ ആ മഹത്വത്തിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ട കാര്യങ്ങളല്ലാത്ത, ചേർക്കപ്പെട്ട കാര്യങ്ങളല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും ചെറുതാകുന്നതാണ്. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ഒരു മനുഷ്യൻ തഅല്ലുഖ് ആകേണ്ടതുണ്ട്, ബന്ധം ആകേണ്ടതുണ്ട്. ഈ ഇസ്മുമായി ബന്ധമാകൽ അള്ളാഹുവിലേക്ക് സദാസമയവും ആവശ്യക്കാരനാണ് താൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വളരെ നിസ്സാരനാണ് എന്ന രൂപത്തിലുള്ള ചിന്താഗതി അവനിൽ ഉണ്ടാക്കിയെടുക്കൽ കൊണ്ടാണ്. അവൻ്റെ താഴ്ന്ന വിശേഷണങ്ങളെ അവനിൽ നിന്ന് ഇല്ലായ്മ ചെയ്ത് മഹത്വമുള്ള വിശേഷണങ്ങളെ അവൻ പകരമാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അവനിലുള്ള താഴ്ന്ന സ്വഭാവങ്ങൾ മാറി സ്തുത്യർഹമായ സ്വഭാവങ്ങളെ കൊണ്ട് അവൻ സ്വഭാവം സിദ്ധിക്കേണ്ടതുണ്ട്. ഈ അവസ്ഥകളൊക്കെ തീർച്ചയായും ഈ ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ഇസ്മുമായിട്ട് സ്വഭാവം സിദ്ധിക്കേണ്ടത് എല്ലാ നിന്ദ്യമായ വിശേഷണങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും തിന്മകൾ പ്രവർത്തിക്കുന്ന അവസ്ഥകളിൽ നിന്നുമൊക്കെ എല്ലാ നിലക്കും
ഉന്നതി പ്രാപിച്ച് അതിൽ നിന്നൊക്കെ പരിപൂർണമായി ഒഴിവായി നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് ഈ ഇസ്മു കൊണ്ട് സ്വഭാവം സിദ്ധിക്കേണ്ട രൂപം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തഅലീം എന്നത് രണ്ട് രൂപത്തിൽ ഉണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തൽ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, എല്ലാ പരിപൂർണതയുടെയും വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ചവനാണ് അല്ലാഹു തആല. ഈ നിലക്ക് അള്ളാഹുവിനെ വിശ്വസിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപം, അള്ളാഹുവിനെ ബഹുമാനിക്കപ്പെടുന്നത് പോലെ, മഹത്വമാക്കപ്പെടുന്നത് പോലെ സൃഷ്ടികളിൽ ഒന്നിനെയും മഹത്വമാക്കപ്പെടാൻ ഒരു അർഹതയും ഇല്ല. റബ്ബിനെ പുകഴ്ത്തുകയും റബ്ബിൻ്റെ മഹത്വം നാം പറയുകയും ചെയ്യുന്നത് പോലെ അതിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ സൃഷ്ടികളിൽ ഒരാളും ബഹുമാനിക്കപ്പെടലിനെ ബന്ധപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം കൊണ്ടും നാവുകളെ കൊണ്ടും അവയവങ്ങളെ കൊണ്ടും നമ്മുടെ എല്ലാ പരിശ്രമത്തെയും അള്ളാഹുവിനെ അറിയലിലും അള്ളാഹുവിനെ സ്നേഹിക്കലിലും അള്ളാഹുവിന് താഴ്മ ചെയ്യുക എന്നീ വിഷയങ്ങളിലൊക്കെ ഉപയോഗിക്കൽ നമുക്ക് നിർബന്ധമാണ്. അലീം എന്ന വിശേഷണം അള്ളാഹുവിൻ്റെ ദാത്തിയായ വിശേഷണമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദാത്തിൽ എപ്പോഴും നിലകൊള്ളുന്ന വിശേഷണമാണ്. ഈ മഹത്തായ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് അടിമകളിൽ പല ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിനോടുള്ള ഭയം, കാരണം ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബാണ് എൻ്റെ റബ്ബ് എന്ന ബോധത്തിലേക്ക് എത്തുമ്പോൾ ആ റബ്ബിനോടുള്ള ഒരു ഭയം സൃഷ്ടികളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളോട് തുല്യമാകലിനെ തൊട്ട് എൻ്റെ സൃഷ്ടാവായ അള്ളാഹു പരിശുദ്ധനാണ് എന്ന ഈമാനിലേക്ക് ആ മനുഷ്യന് എത്താൻ കഴിയും. അതുപോലെ തന്നെ മഹത്വമുള്ള റബ്ബിൻ്റെ കൽപ്പനകൾ അതും മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ അംഗീകരിച്ചേ മതിയാകൂ എന്ന ചിന്താഗതി അവനിലുണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ ശിആറുകളായിട്ട് അറിയപ്പെടുന്ന മഹത്വമേറിയ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ അവന് സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ വിരോധനകൾ അതിനെ വളരെ ഗൗരവത്തോടുകൂടെ കണ്ട് ആ വിരോധനകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ അവന് സാധിക്കുന്നു. കാരണം ഒരു കൽപ്പനയുടെയും വിരോധത്തിൻ്റെയും മഹത്വം കൽപ്പിക്കുന്ന ആളുടെയും വിരോധിക്കുന്ന ആളുടെയും മഹത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. കൽപ്പിക്കുന്ന ആൾ എത്ര കണ്ട് മഹത്വമുള്ളവനാണോ അതിനനുസരിച്ച് ആ കൽപ്പനയുടെ മഹത്വം ഉണ്ടാകും. വിരോധിക്കുന്ന ആൾ വലിയ മഹത്വമുള്ളവനാണെങ്കിൽ തീർച്ചയായും ആ ആളിൽ നിന്നുണ്ടാകുന്ന വിരോധനകളും വളരെ ഗൗരവത്തോടെ നാം കാണും. അപ്പം ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ
നമ്മിൽ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പറയുന്നത് ഇത് അൽ കിബിരീത്തുൽ അഹ്മറാണ്, ചുവന്ന ഗന്ധകം അഥവാ ഒരു കിട്ടാക്കനിയായ അപൂർവമായി മാത്രം ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മ. ഇതിനെ ആരെങ്കിലും ധാരാളമായി ചൊല്ലിയാൽ, അതല്ലെങ്കിൽ അതിൻ്റെ അഭിജദീയത്ത് പ്രകാരം ചൊല്ലിയാൽ തീർച്ചയായും എന്നും നിലനിൽക്കുന്ന ഇസ്സത്തും പ്രതാപവും അള്ളാഹു ആ മനുഷ്യന് നൽകും. ജനങ്ങളുടെ ദൃഷ്ടിയിൽ തീർച്ചയായും അവന് ഒരു അംഗീകാരമുണ്ടാവുകയും അവൻ ജനങ്ങളോട് വല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് അവന് ഉയരാൻ കഴിയുകയും അവനിലുള്ള പോരായ്മകളും പാകപ്പിഴവുകളുമൊക്കെ അല്ലാഹു മറച്ചു വെക്കുകയും ചെയ്യും എന്ന് ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുപോലെ തന്നെ വേദനാജനകമായ പല വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശിഫാ കിട്ടാനും, പ്രത്യേകിച്ച് ഊരവേദന പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ ഫലമുണ്ടെന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.